കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. ജലാശയങ്ങളെല്ലാം വറ്റിവരളുമ്പോഴും കോഴിക്കോട് പുറമേരിയിൽ അത്ഭുതമായൊരു നീരുറവ മാറിയിട്ടുണ്ട്. ആ നീരുറവയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ട് മനം കുളിർത്തു വരൂ. നമുക്ക് തൊഴിലാളികളുടെ അടുത്തേക്ക് പോകാം. കണ്ടുവരൂ. കടുത്ത ചൂടാണ് നാട്ടിലാകെ. ഒന്ന് പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത ചൂട്. ചൂടെന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും വരൾച്ചയും രൂക്ഷമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനൊപ്പം പക്ഷിമൃഗാദികൾക്കും ഈ കുടിവെള്ളം കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ പ്രകൃതി കാത്തുവെച്ച വെള്ളത്തിൻ്റെ ഒരു അത്ഭുത ലോകമുണ്ട്. അതൊന്ന് കണ്ടുവരാം. പുറമേരി തൂവമലയുടെ താഴ്വാരത്താണ് ഈ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ജലാശയമുള്ളത്. ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷിക്കൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രവുമല്ല, ഇതിപ്പോൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ടാങ്ക് പോലെ കെട്ടി പ്രകൃതിദത്തമായ സ്വാഭാവിക നീരൊഴുക്കിനെ ബാധിക്കാത്ത തരത്തിൽ നിർമ്മിച്ച് ഇവിടെ ജലം ശേഖരിച്ചാണ് ഇപ്പോൾ എടുക്കുന്നത്. വലിയ കുന്നിൻ മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജലാശയത്തിൻ്റെ സമീപത്ത് നിരവധിയായ മരങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നാട്ടുകാർക്കും ഇത് വലിയൊരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഈ ഇത്രയും വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന കാര്യം. കൊടും വേനലിലും ഈ പുറമേരി പ്രദേശത്തെ 9-ാം വാർഡ് പ്രദേശത്തെ ആളുകൾക്ക് അനുഗ്രഹമാവുകയാണ് ഈ ഒരു ജലാശയം. ഇത് ഞങ്ങൾക്ക് എല്ലാ ടൈമിലും ഈ വെള്ളം ഇവിടെ കിട്ടുന്നുണ്ട്. വേനൽക്കാലം വേനൽക്കാലം തീരുന്നത് വരെ ഇവിടെ വെള്ളം ഉണ്ടാവും എല്ലാ സമയത്തും. ഞങ്ങൾക്ക് ഇവിടെയുള്ള ഈ നാലുപറയുള്ള എല്ലാവർക്കും കുളിക്കാനും അലക്കാനും എല്ലാം സൗകര്യം ഇവിടെ ഉണ്ട്. നാട്ടിൽ എല്ലാ സ്ഥലത്തും ഇപ്പം വറ്റി വരലും അതല്ല. ആ ടൈമിലും ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്ക് നല്ല സുഖമായിട്ട് കുളിക്കാനും അങ്ങനെ അലക്കുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ ലൈറ്റ് സൗകര്യം ഉള്ളതുകൊണ്ട് രാത്രിയും എല്ലാവരും വന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാം രാത്രി വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. 3 വർഷത്തോളമായി പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വെച്ചിട്ട് നവീകരിച്ചു. അതിന് മുന്നേ ഒരു ചെറിയൊരു ഉറവ പോലെ വരുന്ന പോലെ ജസ്റ്റ് ഒരു പൈപ്പ് വെച്ചിട്ട് എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് നവീകരിച്ചു. കാണാം, ഒരു 3 വശം കെട്ടിയിട്ട് അവിടുന്ന് ഈ കല്ലിൻ്റെ ഇടയിലൂടെ വെള്ളം വരുന്ന പോലെ ശാസ്ത്രീയമായിട്ട് ചെയ്ത 8 ലക്ഷത്തോളമാണ് അതിൻ്റെ ഫണ്ട് ഉണ്ടായിരുന്നത്. വലിയ ഉപകാരം. ഈ പ്രദേശത്ത് അടുത്തുള്ള കുറച്ച് മുന്നേ ആണെങ്കിൽ എല്ലാ കുടുംബങ്ങളും അത്യാവശ്യം വരുമായിരുന്നു. ഇപ്പോൾ എന്നാലും അടുത്തുള്ള കുടുംബങ്ങളൊക്കെ അലക്കുന്ന, അതുപോലെ കുളിക്കാനൊക്കെ നമ്മളൊക്കെ കുളിക്കുന്ന ഇവിടെ തന്നെയാണ്. അത്രയും നല്ല വെള്ളമാണ്, നമുക്ക് കുടിക്കാനും പറ്റും. കൊടും വേനലിലും ഇങ്ങനെ സമൃദ്ധമായി വെള്ളം വരുന്നത് കാണാൻ എന്തൊരു സന്തോഷമാണെന്നറിയോ. വീഡിയോ ജേർണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.